എവരിബഡി 2026 കീം എൻട്രൻസ് എക്സാമിനേഷൻ നമ്മൾ എഴുതി അതിന്റെ എൻട്രൻസിന്റെ മാർക്സ് നമുക്ക് വന്നു. +2 മാർക്സ് നമ്മൾ അപ്ലോഡ് ചെയ്തു. ആൻഡ് നൗ ഹിയർ ഈസ് എൻ ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്. കീമിന്റെ പോർട്ടലിലേക്ക് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നോട്ടിഫിക്കേഷൻസിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും. മാർക്സ് ഡാറ്റ സബ്മിറ്റഡ് ബൈ കാൻഡിഡേറ്റ്സ് പബ്ലിഷ്ഡ് ഫോർ വെരിഫിക്കേഷൻ. നമ്മൾ എൻട്രി ചെയ്തിരിക്കുന്ന +2 മാർക്സ് കറക്റ്റ് ആണോ അല്ലയോ എന്ന് വെരിഫൈ ചെയ്യാനുള്ള പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. എല്ലാവരും വെരിഫൈ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിലേക്ക് പോവുക. കീം വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഹോം പേജിൽ തന്നെ കീമിന്റെ 2026 കാൻഡിഡേറ്റ് പോർട്ടൽ കാണാൻ സാധിക്കും. സോ ഇവിടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ആക്സസ് കോഡും കൂടി ചെയ്ത് വെരിഫൈ ചെയ്ത് നിങ്ങളുടെ ഈ പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ +2 മാർക്സ് വെരിഫിക്കേഷൻ എന്ന മെനു നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ സൂൺ ആഫ്റ്റർ ലോഗിങ് ഇൻ ടു ദി കീം 2026 കാൻഡിഡേറ്റ് പോർട്ടൽ നമ്മൾ +2 മാർക്സ് വെരിഫിക്കേഷൻ ഫോർ എഞ്ചിനീയറിംഗ് എന്നുള്ള മെനു ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതിന് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന മാർക്സ് കാണാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത് ബോർഡ് എക്സാമിനേഷൻ, ബോർഡ് ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ ഏതാണ്, സെക്കൻഡ് ഇയറിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന മാർക്സ് എത്രയാണ്, ടോട്ടൽ മാർക്സ് അതിൽ എത്രയായിരുന്നു, മാക്സിമം മാർക്സ് എത്രയാണ്, ആൻഡ് വാട്ട് ഈസ് ദ ഇയർ ഓഫ് പാസിംഗ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ വെരിഫൈ ചെയ്യാം. ഓരോ സബ്ജക്റ്റും എന്നിട്ട് മാർക്സ് നിങ്ങൾ വെരിഫൈ ചെയ്യുന്നു. അതെല്ലാം കറക്റ്റ് ആണെങ്കിൽ നോ ചേഞ്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഫൈനലി വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് കറക്റ്റ് എന്നുള്ള ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോഴാണ് വെരിഫിക്കേഷൻ പ്രോസസ് കംപ്ലീറ്റ് ആവുക. ഇൻ കേസ് നമുക്ക് ഏതിലെങ്കിലും മിസ്മാച്ച് വന്നു എന്ന് വിചാരിക്കൂ. സോ ഇഫ് ദ എനി ഡീറ്റെയിൽസ് ഷോൺ ഇൻ ദ വെബ് പേജ് ഈസ് നോട്ട് കറക്റ്റ്, നമ്മുടെ ചേഞ്ച് റിക്വയർഡ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കണം നമ്മൾ എപ്പോഴും ക്ലിക്ക് ചെയ്യണത്. അപ്പം എവിടെയാണോ നിങ്ങൾക്ക് മിസ്മാച്ച് വന്നത്, അത് മാർക്സിലാവട്ടെ, ടോട്ടൽ മാർക്സിലാവട്ടെ, ബോർഡ് ഓഫ് എക്സാമിനേഷൻ ആവട്ടെ, അല്ലെങ്കിൽ ഇയർ ഓഫ് എക്സാമിനേഷൻ, ഏതിലാണോ മിസ്മാച്ച് വന്നത് എല്ലാ ക്രെഡൻഷ്യൽസും നോക്കിയിട്ട് ഏതിലെങ്കിലും നിങ്ങൾക്ക് മിസ്മാച്ച് ഉണ്ടെങ്കിൽ അവിടെ ഇൻകറക്റ്റ് എന്ന് നമ്മൾ കൊടുക്കണം. ചേഞ്ച് റിക്വയർഡ് എന്നുള്ള ഓപ്ഷൻ ആണ് കൊടുക്കേണ്ടത്. എന്നിട്ട് ലാസ്റ്റ് വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് മിസ്മാച്ച് എന്നുള്ള ബട്ടണും കൂടി ഞെക്കുമ്പോഴാണ് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. ആൻഡ് ഓഫ് കോഴ്സ് മിസ്മാച്ച് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് പ്രൂഫ് സബ്മിറ്റ് ചെയ്യണം. സോ പ്രൂഫ് നിങ്ങൾ മാർക്സിലാണ് വ്യത്യാസമെങ്കിൽ ആ പ്രൂഫ് നിങ്ങൾക്ക് സിംഗിൾ PDF ആയിട്ട് കൊടുക്കാം. ഒന്നിലധികം കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ മാർക്സിലും നമുക്ക് ബോർഡിലൊക്കെ നമുക്ക് കറക്ഷൻസ് വരികയാണെങ്കിൽ എല്ലാം കൂടി സിംഗിൾ PDF ആയിട്ട് തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ഇതില് പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് നാളെ വൈകിട്ട് 6 മണി വരെ മാത്രമേ ഇത് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. 17-ാം തീയതി നാളെ വൈകിട്ട് 6 മണിക്ക് മുന്നേ ആയിട്ട് നമ്മൾ എല്ലാവരും ഇത് വെരിഫൈ ചെയ്യണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കീമിന്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. സോ ആരും റിസ്ക് എടുക്കാൻ പാടില്ല. ഏതെങ്കിലും രീതിയിൽ ഇതിൽ മിസ്മാച്ച് വരികയോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസ് സത്യസന്ധമല്ലെങ്കിൽ നമുക്ക് പിന്നീടുള്ള പ്രോസസ്സിൽ അത് ബുദ്ധിമുട്ടുണ്ടാവും. സോ വെരിഫൈ ആൻഡ് സബ്മിറ്റ്, നിങ്ങൾ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, സോ ദിസ് ഈസ് എ ക്വിക്ക് അപ്ഡേറ്റ്. താങ്ക് യു.